ഹായ് ഗായ്സ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അഷ്കറിന്റെ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ അഷ്കറിന്റെ കല്യാണം. അപ്പൊ നീല കല്യാണം. അപ്പൊ ഇതാണ് നമ്മുടെ പയ്യന്റെ മണിയറ. മാഷാ അല്ലാഹ് ഉഷാറായിട്ടുണ്ട്. മണിയറ മാത്രം ഉഷാറാക്കിയിട്ടുണ്ട്. മണിയറയാണല്ല ഇമ്പോർട്ടന്റ്. അപ്പൊ ഇന്ന് റെഡി ആവാത്ത കുളിച്ചിട്ട് വരാം ഗൈസ്. ഇത് കാണുമ്പോ എനിക്കും തോന്നുന്നുണ്ട് കല്യാണം നാട്ടുകാരെല്ലാവരും, സ്വന്തക്കാര്, ബന്ധക്കാര്, പെണ്ണിന്റെ ഫ്രണ്ട്സ്, ചെക്കന്റെ ഫ്രണ്ട്സ് എല്ലാവരും അല്ലേ സംഭവിച്ചാലായിരിക്കും. പരിപാടിയിലോട്ട് കളിക്കാണ്. ചെക്കനി കുളിച്ച് റെഡിയായി വരട്ടെ. ഓക്കെ. തട്ടിൽ ഒരു മുത്തശ്ശി അവന്റെ മണി അറിയുന്നവരോട് കേറി കിടക്കണം. എന്റെ വീട്ടിൽ ചില കള്ളന്മാരെ പറഞ്ഞല്ല. ആരാണ് അത്? സ്പ്രേ ഇതവന്റെ അലമാരി കിട്ടിയാണോ? പേടിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട്. ചെക്കൻ അങ്ങനെ ഹെയർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിയാനാണ് നമുക്ക് ഹെയർ സെറ്റ് ആക്കി തന്നത്. അഷ്കറും സെറ്റ് ആക്കണത് റിയാനാണ്. അളിയന്റെ ഷോപ്പിന്റെ പേരൊന്ന് പറയാമോ? റിയാണ്ട് മാണം. അപ്പൊ നമ്മുടെ ചെക്കന്റെ ഉച്ച സുഹൃത്താണ് അർഷാദ്. അപ്പൊ ചെക്കൻ വന്നത് കാണാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. അതൊക്കെ ശരി. അപ്പൊ ചെക്കൻ ഇപ്പൊ തന്നെ ഇറങ്ങും. ക്യാമറ കണ്ടിരിക്കണം. എങ്ങനെയാ അത് കാണിച്ചതിന്റെ രീതി കാണിച്ചത് എങ്ങനെയാ? കൈ വെച്ച് കാണിച്ചാ മതി. എങ്ങനെയാ? അങ്ങനെയല്ലേ? പൊട്ടിക്കാട്ടാ. ഇന്ന് ഡേ 1 ആണ് പയ്യന്റെ. സ്പെക്ക് ആര് വെച്ചതാണത്? നമ്മുടെ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ ടീമുകളാണ് കേട്ടാ. അർഷാദേ ചിരിച്ചു വാടുന്ന്. എന്താടാ ചങ്കാണല്ലേ? ദുബായിന്ന് വന്നിട്ട് എങ്ങനെയുണ്ട്? ദുബായ് കൊണ്ട് അൽഹംദുലില്ലാ ഖൈർ. ഉഷാറാണ്. ഫുഡും കൂടി കഴിച്ചപ്പോ ഓക്കെ ആയി, ഹാപ്പി ആയി. സലാഡില്ല, അതൊരു പ്രശ്നമാണോ? നമ്മുടെ സണ്ണോ, സൗദി സണ്ണോ എന്തിനാണ്? ആണല്ലേ? ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എന്മിഴി അപ്പൊ നമ്മുടെ ആഷിഖ് മോൻ ഹവ ഹവ പാടാൻ പോയാണ്. ആഷി സെറ്റല്ലേ?
പാടൂല എന്തായാലും മുജീബേ बता दे जरा मुझको बता दे मैं उससे मिलूंगा एक बार मिला दे यार मिला दे दिल बार ഗായ്സ് ഗായ്സ് നമ്മുടെ ഇക്കാക്കയാണിത്. ഇതാണ് ജാസ്. ഒരു ഹായ് എടുത്തേ. അപ്പൊ നമ്മുടെ പയ്യനില്ലാത്തതിന്റെ ഒരു കുറവുകളൊക്കെ ഉണ്ട്. എന്താ പറയാ, ആളെപ്പോഴും പരാതിയാണ്. ബ്ലോഗിൽ തന്നെ കൂട്ടുള്ള ഈ പരാതി അങ്ങനെ തീർന്നു. പയ്യനങ്ങനെ പെണ്ണ് കിട്ടി ഗായ്സ്. ചെക്കന് പെണ്ണ് കിട്ടി. പറയ് ബ്രോ, എന്താണ് വേണ്ടത്? എന്നാലും പറ പ്ലീസ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഡ്രസ്സിൽ വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? എന്ത് പറ്റി? അത് കുഴപ്പമില്ല, അത് മതി. ഹായ് ഹായ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഇത് നമ്മുടെ ചെക്കൻ്റെ തലേ ദിവസത്തെ പരിപാടികളാണ്. ഇതിലേക്ക് നാളെയുണ്ട് പരിപാടികൾ. നാളെയാണ് നമ്മൾ പൊളിക്കണത്. യഥാർത്ഥത്തിൽ പൊളിക്കണത് നാളെയാണ്. അപ്പൊ ഇപ്പൊ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള പരിപാടിയോ? ഫുഡ് കഴിച്ചതിന് ശേഷം കടൽ തീരത്തുള്ള നമസ്കാരം. വേറെന്തെങ്കിലും നമ്മളെ ഉൾപ്പെടുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ചോദിച്ചാ? ആരും ചോദിച്ചില്ലല്ലോ. മരണമാസ് ലുക്കില് നമ്മുടെ ഡാബ്സിയുടെ അനിയൻ അതിലും ലുക്കിലാണ് വേടൻ. ഒരു രണ്ടുപേര് പാടാൻ പറ്റുമോ? ഐ വേടാ. അപ്പൊ നമ്മുടെ ഡേ 2 കഴിയുകയാണ്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് അടുത്തത് ആരുടെ കല്യാണമാണെന്നൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. അടുത്ത ടോക്കൺ നമ്പർ നിനക്ക് അടിച്ചു നോക്കട്ടെ? ഗായ്സ്, അപ്പൊ മേക്കപ്പ് ചെയ്യാനായിട്ട് ആളെ വിളിക്കാൻ പോണേണ്. ആ ടാസ്ക് നമുക്ക് കിട്ടും, എങ്ങനെ പോയാലും നമുക്ക് കിട്ടും. റെഡ് ബുള്ളില്ലാണ്ട് പറ്റൂല. റാസിക്ക് ഒന്ന് റെഡ് ബുള്ള് മേടിക്കടാ എന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പൊ റെഡ് ബുള്ള് നമുക്ക് മേടിക്കണം പയ്യന്. ഞാനൊരു റെഡ് ബുള്ള് മേടിക്കണുണ്ട്. എന്തിലാവട്ടെ, ഉറക്കപ്പിച്ചിന്നൊക്കെ ഒന്ന് മാറണം, ഒന്ന് ഉഷാറാക്കണം ഇൻഷാ അല്ലാഹ്. ഇനി ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി ഈ വർഷം കല്യാണമില്ല, ലാസ്റ്റ് കല്യാണമാണ്. കറന്റ്ലി നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. നാണത്തിന്റെ ആളാണ്. നമുക്ക് അഷ്കറിന് റെഡ് ബുള്ള് മേടിക്കണം. ഒന്ന് പോയിട്ട് വരാം. നമ്മൾ മോറിലെത്തിയിട്ടുണ്ട്. ഇതൊരെണ്ണം പിടിക്കാം. ഇപ്പൊ റെഡ് ബുള്ള് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ശരി ചേച്ചി, ബൈ ബൈ. റെഡ് ബുള്ളാണെന്ന് കുടിക്കുന്നത് കല്യാണ പയ്യ. എനർജി ഫോർ വെള്ളയപ്പം കഴിക്കുന്ന റാസ്. കൊള്ളാം, നല്ല വെള്ളയപ്പം. അഷ്കർ കാക്കയുടെ കല്യാണത്തിനുള്ളേ. അഷ്കർ കാക്കയുടെ എന്ത് കോലം ഇങ്ങനെ പോണേ? നെയ്റ്റ് ഇട്ടിട്ട് പിന്നെ ഡ്രസ് മതിയാക്കിട്. ആ പറ. ഇട്ടിട്ട് പോകും. ഓക്കെ, എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണ?
എന്താണ് പേരറിയാത്തത്? നീയല്ലേ ഇടണത്, അപ്പൊ നിനക്ക് പേരറിയണ്ടേ? അപ്പൊ ഗായ്സ് ചെക്കനെ ഇറങ്ങാൻ പോണേന് മൊയിലാര് വന്നിട്ടില്ല. മൊയിലാരായിട്ട് പോകാൻ പറ്റുമോ? എന്നിട്ട് എന്താ പറയാൻ പോണ? അനിയമ്പുള്ളൊക്കെ കെട്ടുള്ള ചേട്ടനായിട്ട് ഇങ്ങനെ നടന്നോട്ടാ. ടെൻഷൻ നമ്മുടെ ഫാജിമോള് അപ്പുറത്തുണ്ട്, അൽത്തുക്കാക്കാൻ എന്താ വിളിക്കണേ? ശരിക്കും അൽത്തുന്നാ വിളിക്കണേ? ഇക്കാന്നാണ് അല്ലെങ്കിൽ ഇക്കാക്കാന്നാ? അൽത്തു. നീ റസല്ല തക്കു. തക്കു അൽത്തു എന്നൊക്കെ വിളിക്കണത്. അപ്പൊ എനിക്കും ഒരാള് റെഡി ആയിട്ടുണ്ട്. റാസി എന്നായിരിക്കും വിളിക്കണത്. റാസി വിളിക്കാൻ പോകുന്നത്. നമ്മുടെ ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടിയാണ്. അപ്പോ പരിപാടികൾ ആരംഭിക്കാൻ പോകുന്നു. റിയാനാണ് നമ്മുടെ ഗാനഗന്ധർവൻ റിയാൻ. രണ്ടാമത്തെ ഗന്ധർവൻ ഞാൻ. മൂന്നാമത്തെ ഗന്ധർവൻ ഇവൻ. പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ, അതിലുണ്ടായിരുന്നല്ല ലോറിയാ മറിഞ്ഞത് അവിടെ ബീഫിന്റെ. അപ്പൊ നമ്മളിപ്പോ റിസപ്ഷന് പോവാൻ നിൽക്കാണ്. ചെക്കൻ റെഡി ആവണുള്ളൂ, നമ്മളെ പറ്റിച്ച്. അപ്പൊ ഓക്കെ, അവിടെ വെച്ച് കാണാം. ഫുഡ് കഴിച്ചാ? കഴിച്ചല്ലോ. എന്താ കഴിച്ചേ? എന്താ കഴിച്ചേന്ന് പറ. എന്താണ്? ഒരു പ്ലേയിങ് ഗിഫ്റ്റ് കൊടുത്തേ. പ്ലേയിങ് ഗിഫ്റ്റ് കൊടുക്ക് അല്ലേ? സാറുമൂന്നില്ല, നമ്മുടെ പിള്ളേരുടെ പാട്ടില്ലാത്തതുകൊണ്ടാണ്. പയ്യനെ കാണിച്ചോ. ജാടുള്ള മുട്ടകളുണ്ട്, പരിചയമുണ്ട്. എന്താണ് ഞങ്ങളുടെ ബ്ലോഗിൽ വരാത്തത്? ഇല്ല ഇല്ല, ഞാനിട്ടില്ല. ഇല്ല, എല്ലാവരും അറിയണം. എന്താണ് പറയാനുള്ളത്? ഗായ്സ്, ഇത് സീക്രട്ട് ആണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റുന്നുണ്ട്. പറ. അതെ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ആണോ? എന്നിട്ട് ഹലോ താത്ത, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഉഷാറാണ്. വാ, ഏതാ പറയുള്ളല്ലോ. അപ്പൊ അല്ലിക്ക പിന്നെ ഒന്ന് സൂം ചെയ്യട്ടെ. ഒരു സെക്കൻഡ് കാണിച്ച് സ്റ്റൈൽ കാണിക്കട്ടെ. ഇതിപ്പോ നാളത്തെ വ്ളോഗില് എല്ലാരും ഉണ്ടാവും. എല്ലാവരും ഒരുമിച്ച് എന്ന് പറഞ്ഞോട്ടാ. അഭിപ്രായം പറയും. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള പറഞ്ഞത്. വാഴക്ക് തടുവിടാറ് എന്താ ചാണല്ലേ?
എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി experience ആയിരുന്നു. പറ. എല്ലാവരും ലൈഫിൽ once experience ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ചിരിച്ചിരിച്ച് മടുക്കടാ. കിറി പോയി. അങ്ങനെ. അതെ. പിന്നെ നീ എന്ത് വിചാരിച്ചു? പിന്നെ സ്റ്റെല്ല പറ. വിശക്കണേച്ച് ചോറ് കഴിച്ചു. ചോറ് കഴിച്ചു സ്പൂണിലോ ലിപ്സ്റ്റിക് വിചാരിച്ചിട്ടാണോ? ഒരു താതാനെ കിട്ടിയില്ലേ? നിന്നെന്താണ് വളരെയധികം സന്തോഷിക്കുന്നു ഇങ്ങനെ പറയട്ടെ? ഇങ്ങനെ പുണ്യമായ ഒരു ഇത്താതനെ കിട്ടിയത്. എന്തേലും മേടിച്ചറാ പറഞ്ഞ ചെക്കനും പെണ്ണും തിന്ന കേക്ക് മോഷ്ടിക്കാൻ പോണ ഫാത്തിമ. തണുത്തുപോയി. അത് ഇത് റാസിക്ക് പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കണേ. ഇല്ലട്ടെ ഗായ്സ്. റാസിക്ക് പറഞ്ഞു ഞാൻ ചെയ്തു. കേക്ക് മോഷണം. അങ്ങോട്ട് ഇല്ലില്ല റിയാനെ വരണം വേണ്ടവര് വരണം പറഞ്ഞ് നാണാവൂല. ഇത് അവൻ ചോദിച്ചാണ് ഗൈസ്. നാണൂലാത്ത റാസിക്ക് കൊടുക്കും. റാസിക്ക് അങ്ങോട്ട് പോ. റാസിക്ക് അങ്ങോട്ട് പോ. ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ട് റാസിക്ക് അങ്ങോട്ട് ഉണ്ടോ? തെണ്ടി വായിത്തിന് നോക്കിയേ. അങ്ങോട്ട് ഉണ്ടോ? വീട്ടിൽ പോയി കത്തിരുത്തോണ്ട് വരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അഷ്കറിന്റെ മാരകമായ പോസിൽ നമ്മളിത് കണ്ടു പഠിക്കേണ്ടതാണ്. ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിയാണ്. അപ്പൊ എല്ലാവരും ഉഷാറായിട്ടുണ്ട്. എന്റെ എല്ലാം ഉഷാറായിരുന്നു. എല്ലാം റാഹത്തായിട്ടുണ്ട്. പരിപാടികളെല്ലാം കഴിയാണ്. നെക്സ്റ്റ് ഒരു കല്യാണം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിട്ട് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.